ഭാഗവതം ക്യാൻറ്റോ 3 ചാപ്റ്റർ 2. ഭാഗവതം സ്കന്ധം 3 അധ്യായം 2. ശ്രീശുക ഉവാച ഇതി ഭാഗവത പൃഷ്ടക്ഷത്രാവാർത്താം പ്രിയാശ്രയാം പ്രതിവക്തും ന ചോത്സേഹ ഔത്കണ്ഠ്യാസ്മരിതേശ്വരഃ യഃ പഞ്ചഹായനോ മാത്രാ പ്രാതരാശായ യാചിതഃ തന്നൈച്ഛദ്രജയൻ യസ്യ സപര്യാം ബാലലീലയാ സകദം സേവയാ തസ്യ കാലേന ജരസംഗതഃ പൃഷ്ടോ വാർത്താം പ്രതിബ്രൂയാദ് ഭർത്തുപാദാവനുസ്മരൻ സമുഹൂർത്തമഭൂത്തൂഷ്ണീം കൃഷ്ണാംഘ്രിസുധയാ ഭൃശം തീവ്രേണ ഭക്തിയോഗേന നിമഗ്നഃ സാധു നിർവൃതഃ പുളകോദ്ഭിന്ന സർവാംഗോ മുഞ്ജന്മീലദൃശാശുചഃ പൂർണാർത്ഥോ ലക്ഷിതസ്തേന സ്നേഹപ്രസരസംപ്ലുതഃ ശനഗൈർഭഗവല്ലോകാനൃലോകം പുനരാഗതഃ വിമൃജ്യ നേത്രേ വിദുരം പ്രത്യാഹോദ്ധവ ഉസ്മയൻ ഉദ്ധവ ഉവാച കൃഷ്ണദ്യുമണി നിമ്ലോജേ ഗീർണേഷ്വജഗരേണഃ കിം नु ന കുശലം ബ്രൂയാം ഗതശ്രീഷു ഗൃഹേഷ്വഹം ദുർഭഗോ ബദലോകോയം യദവോ നിതരാമപി യേ സംവസന്തോ ന വിദുർഹരിം മീനായിവോടുപം ഇംഗിതജ്ഞാത് പുരുപ്രൗഢാ ഏകാരാമാശ്ച സാത്വതാഃ സാത്വതാ മൃഷഭം സർവേ ഭൂതാവാസമമം സദാ ദേവസ്യ മായയാ സ്പൃഷ്ടാ യേ ചാന്യദസദാശ്രിതാഃ ഭ്രാമ്യതേ ധീർന തദ്വാക്വൈരാത്മന്യുക്താത്മനോഹരൗ പ്രദർശ്യാതപ്തതപസാമവിതൃപ്തദൃശാം നൃണാം ആദായാന്തരധാദ്യസ്തു സ്വബിംബം ലോകലോചനം യന്മർത്യലീലൗപയികം സ്വയോഗമായാബലം ദർശയദാ ഗൃഹീതം വിസ്മാപനം സ്വസ്യജ സൗഭഗർദ്ധേ പരം പദം ഭൂഷണഭൂഷണാംഗം യദ്ധർമ്മസൂനോർബദരാജസൂയേ നിരീക്ഷ്യ ദൃക്സ്വസ്ത്യയനം ത്രിലോകഃ കാർസ്ന്യേന ചാദ്യേഹഗതം വിധാതുരർവാക്ശ്രുതൗ കൗശലമിത്യമന്യത യസ്യാനുരാഗപ്ലുതഃ സരാസലീലാവലോകപ്രതിലബ്ധമാനാഃ പ്രജസ്ത്രിയോ ദൃഗ്ഭിരനുപ്രവൃത്തധിയോ വദസ്ഥു കില കൃത്യശേഷാഃ സ്വശാന്തരൂപേഷ്വിതരൈः സ്വരൂപൈരഭ്യർഘ്യമാനേഷ്വനുകമ്പിതാത്മാ പരാവരേശോ മഹദംശയുക്തോ ഹ്യജോ വിജാതോ ഭഗവാന്യഥാഗ്നിഃ മാംഖേദയത്യേതദജസ്യ ജന്മ വിഡംബനം യദ്വസുദേവഗേഹേ വ്രജേജ വാസോരിഭയാദിവ സ്വയം പുരാദ്യവാത്സീദ്യദനന്ദവീര്യഃ ദുനോതി ചേദസ്മരദോ മമൈതദ്യദാകപാതാവഭിവന്ദ്യ പിത്രോഃ താദാംബകാസാദുരുശങ്കിതാനാം പ്രസീദതം നോ ഹൃദനിഷ്കൃതീനാം കോ വാ അമുഷ്യാംഘ്രിസരോജരേണും വിസ്മർത്തുമീശീദപുമാൻ വിജിഘ്രൻ യോ വിസ്ഫുരദ്ഭൂവിടവേന ഭൂമേർഭാരം കൃതാന്തേന തിരശ്ചകാര ദൃഷ്ടാ ഭവദ്ഭിർനനുരാജസൂയേ ചൈദ്യസ്യ കൃഷ്ണം ദ്യുഷതോപി സിദ്ധിഃ യാം യോഗിനഃ സംസ്പൃഹയന്തി സമ്യഗ് യോഗേന കസ്തദ്വിരഹം സഹേത തദൈവ ചാന്യേ നരലോകവീരാ യ ആഹവേ കൃഷ്ണമുഖാരവിന്ദം നേത്ര
नेत्रैः पिबन्धो नयनाभिरामं पार्तास्त्रपूदात्पदमापुरस्य स्वयं त्वसाम्यादिशयस्त्र्यधीशः स्वराज्यलक्ष्म्याप्तसमस्तकामः बलिं हरद्भिश्चिरलोकपालैः किरीटकोट्येडितपादपीठः तत्तस्य कैङ्कर्यमलं मृदान्नो विग्लापयत्यङ्गयदुग्रसेनं तिष्ठन्निषण्णं परमेष्टिधिष्ण्येन्यबोधयद्देवनिधारयेदि अहो बगीयं स्तनकालकूडं जिकांसया पाययदप्यसाध्वी लेभे गतिं दात्र्युचितां तदोन्यं कं वा दयालुं शरणं व्रजेम मन्ये सुरान् भागवतां स्त्र्यधीशे संरम्भमार्गाभिनिविष्टचित्तान् ये संयुगे चक्षतताक्ष्यपुत्रमंसे सुनाभायुधमापतन्तम् वसुदेवस्य देवक्यां जातो भोजेन्द्रबन्धने चिकीर्षुर्भगवानस्य शमजेनाभियाचितः ततो नन्दव्रजमित्रपित्राकं साद्विभिद्यता एकादशसमास्तत्र गूढार्चिः सबलो वसत् परीदो वल्सभैर्वल्सांश्चारयन् व्यहरद्विभुः यमुनोपवने कूजद्विजसङ्कुलिताङ्कृवे कौमारीं दर्शयंश्चेष्टां प्रेक्षणीयां व्रजौकसां रुदन्निव हसन्मुग्धबालसिंहावलोकनः स एव गोधनं लक्ष्म्या निकेदं सिदगोवृषं चारयन्ननुगान् गोपान् रणद्वेणुररीरमत् प्रयोक्तान् भोजराजेन मायिनः कामरूपिणः लीलया व्यनुदत्तांस्तान् बालक्रीडनकानिव विपन्नान् विषपानेन निगृह्य भुजगादिपम् उत्थाप्यापाययद्गावस्ततोऽयं प्रकृतिस्थितम् अयाजयद्गोसवेन गोपराजं द्विजोत्तमैः वित्तस्य चोरुभारस्य चिकीर्षन् सद्व्ययं विभुः वर्षतीन्द्रे व्रजकोवाद्भग्नमानेदि विह्वलः गोत्रलीलादपत्रेण त्रादो भद्रानुगृह्णता शरच्छशिखरैर्मृष्टं मानयन् रजनीमुखं गायङ्गळपदं रेमे स्त्रीणां मण्डलमण्डनः इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां तृतीयस्कन्धे विदुरोद्धवसंवादे द्वितीयोऽध्यायः।